Book of Acts, chapter 27, verse 25. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പീൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ വെളിപ്പെട്ടു വന്ന ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ ദൈവം തന്നോട് സംസാരിച്ച ഒരു ദൈവശബ്ദമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഈ 26, 27 അധ്യായങ്ങളൊക്കെ പഠിക്കുമ്പോൾ സുവിശേഷത്തിൻ്റെ ശക്തമായ പ്രവൃത്തികൾക്കായിട്ട് ദൈവം പൗലോസിനെ ഉപയോഗിക്കുന്ന വ്യത്യസ്തമായ മേഖലകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ പൗലോസ് റോമിലേക്ക് സുവിശേഷ നിമിത്തം തടവുകാരനാക്കപ്പെട്ട് യാത്രയാകുന്ന പശ്ചാത്തലത്തിൽ ഒരു കപ്പൽ യാത്രയ്ക്കായിട്ട് ആയിരിക്കുന്ന വേളയിൽ ആ യാത്ര ആരംഭിക്കും മുമ്പ് ഒരു ദൈവശബ്ദം പൗലോസിനോട് ഉണ്ടായി. ഈ യാത്ര ഇപ്പോൾ ആരംഭിച്ചാൽ വലിയ കഷ്ടങ്ങളും പ്രതിസന്ധികളും ഈ യാത്രയിൽ ഉണ്ടാകുമെന്ന്. ദൈവം പറഞ്ഞ ദൈവത്തിൻ്റെ വാക്കുകളെ ആഴമായി വിശ്വസിച്ചിരുന്ന പൗലോസിന് ആ ദൈവശബ്ദം അങ്ങനെ സംഭവിക്കും എന്ന് ബോധ്യമുണ്ടായിരുന്നത് കൊണ്ട് പൗലോസ് അവിടുത്തെ കപ്പലിൻ്റെ ചുമതലക്കാരായവരോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെയൊരു ദൈവശബ്ദം കേട്ടു, അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് യാത്ര ആരംഭിക്കരുത്. എന്നാൽ ദീർഘവർഷങ്ങളായി അനുഭവ സമ്പത്തുള്ള ആ കപ്പലിൻ്റെ ക്യാപ്റ്റനും ആ കപ്പലുടമസ്ഥനും ആ കപ്പലിലെ മറ്റ് ജോലിക്കാരുമെല്ലാം ആ വാക്കുകൾ കേട്ട് പൗലോസിനെ പുച്ഛിച്ചു. കാരണം അവരുടെ ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ ആ യാത്രയ്ക്ക് ഏറ്റവും അനുകൂലമായ കാലാവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ആ കപ്പൽ ഇപ്പോൾ ഇവിടെ നിന്ന് നങ്കൂരമെടുത്താൽ അവർ പ്രതീക്ഷിക്കുന്ന പോലെ നല്ല ശുഭകരമായ ഒരു യാത്രയിൽ അത് തീരം അടുത്ത കരയിലെത്തുവാനായിട്ട് സാധ്യതകളുണ്ട്. അതുകൊണ്ട് പൗലോസിൻ്റെ വാക്കുകളേക്കാൾ അപ്പുറം, അല്ലെങ്കിൽ ദൈവം പൗലോസിൽ കൂടെ സംസാരിച്ച വാക്കുകളേക്കാൾ അപ്പുറം അവരുടെ എക്സ്പീരിയൻസിനും അവരുടെ അതുവരെയുള്ള അനുഭവങ്ങൾക്കും പ്രാധാന്യം കൊടുത്തിട്ട് മാനുഷികമായ ബുദ്ധിയിൽ അവർ യാത്ര ആരംഭിക്കുന്നു. ആരംഭ നാളുകളിലൊന്നും ആരംഭ ദിവസങ്ങളിലൊന്നും ആ യാത്രയിൽ യാതൊരു പ്രതിസന്ധികളും ഉണ്ടായില്ല. കൂടാതെ അവിടെ എഴുതിയിരിക്കുന്നു, തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ അവരുടെ താല്പര്യം സാധിച്ചു എന്നവർ കരുതി. അപ്പോൾ അവർ ആ യാത്ര ആരംഭിക്കുമ്പോൾ അതിനനുകൂലമായി ആദ്യ സമയങ്ങളിൽ വന്ന മാരുതൻ അടിക്കുന്നു. ആ യാത്ര വളരെ സുഗമമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ നിശ്ചയമായിട്ടും ആ കപ്പലിലെ യാത്രക്കാരും ആ കപ്പലിൻ്റെ ക്യാപ്റ്റനും അതിൻ്റെ ഉടമസ്ഥനുമെല്ലാം വളരെ പുച്ഛഭാവത്തോടെ, ഒരു നിന്ദാഭാവത്തോടെ പൗലോസിനെ നോക്കുന്ന ഒരനുഭവം ഉണ്ടാകാം എന്ന് നമുക്ക് നിശ്ചയമായിട്ടും കണ്ടെത്താൻ കഴിയും. എന്നാൽ അതിനെയൊന്നും പൗലോസ് ഗവനിച്ചില്ല. കാരണം തന്നോട് സംസാരിച്ച ദൈവശബ്ദത്തെക്കുറിച്ച് പൗലോസിന് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. അങ്ങനെ യാത്ര കുറച്ചു ദൂരം മുൻപോട്ട് പോയപ്പോൾ പെട്ടെന്ന് അന്തരീക്ഷം മുഴുവൻ മാറി മറിഞ്ഞു. വലിയ തിരമാലകൾ ഈ കപ്പലിന് നേരെ, പടകിന് നേരെ ആഞ്ഞടിക്കാൻ തുടങ്ങി. അവരുടെ കഴിഞ്ഞ നാളുകളിലെ എക്സ്പീരിയൻസോ അവരുടെ പരിശ്രമങ്ങളോ ഒന്നും ആ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. എല്ലാവരും വലിയ പ്രാണഭയത്തിലായിട്ട് അവരവരുടെ ദൈവങ്ങളോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എന്നാൽ ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ശ്രദ്ധേയമായ ഒരു കാര്യം, കപ്പലിനകത്തെ യാത്രക്കാർ മുഴുവൻ വലിയ ബഹളങ്ങളും ഒച്ചപ്പാടുകളും ഉണ്ടാക്കി മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് അലമുറയിട്ട് കരയുമ്പോൾ അതിന് നടുവിൽ പൗലോസ് എന്ന ഭക്തൻ അവരെപ്പോലെ അലമുറയിടാനോ കരയാനോ തയ്യാറാകാതെ ആ കപ്പലിൻ്റെ അടിത്തട്ടിൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ മുട്ടുമടക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഈ യാത്ര ആരംഭിക്കരുത് എന്ന് ദൈവശബ്ദവുമായി പൗലോസിന് മുമ്പിൽ വന്ന അതേ ദൂതൻ രണ്ടാമതൊരിക്കൽ കൂടി പൗലോസിന് മുമ്പിൽ വന്ന് പൗലോസിനോട് പറയുന്നു, പൗലോസെ, ഈ യാത്രയിൽ നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെല്ലാം ഞാൻ നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു, ആർക്കും പ്രാണന് ദോഷം വരത്തില്ല. ഈ ശബ്ദം കേട്ട പൗലോസിന് ഒരു വലിയ ദൈവശക്തി തൻ്റെ മേൽ വ്യാപരിച്ചിട്ട് വീണ്ടും താൻ എഴുന്നേറ്റ് നിന്ന് അലമുറയിട്ട് കരയുന്ന യാത്രക്കാരോടും കപ്പലുടമസ്ഥനോടും കപ്പലിൻ്റെ ക്യാപ്റ്റനോടും ഒക്കെ പറയുകയാണ്, നിങ്ങൾ ഭാരപ്പെടേണ്ട, ഞാൻ സേവിച്ച് നിൽക്കുന്ന ദൈവത്തിൻ്റെ ദൂതനെ എൻ്റെ മുമ്പിൽ അയച്ചിട്ട് എന്നോട് വീണ്ടും ദൈവശബ്ദം മുഴങ്ങി, നിങ്ങളുടെ ആരുടെയും പ്രാണന് ഹാനി വരുവാൻ ദൈവം അനുവദിക്കത്തില്ല എന്ന്. ആ ദൈവശബ്ദത്തിനകത്ത് പൗലോസിന് വ്യക്തമായിട്ട് ബോധ്യമുണ്ട് ദൈവം പറഞ്ഞത് സംഭവിക്കും. അങ്ങനെ ആ യാത്ര അല്പം കൂടെ മുൻപോട്ട് പോയി. ആ കപ്പൽ തകർന്ന് തരിപ്പണമാകുന്ന ഒരു ഘട്ടമുണ്ടാവുകയാണ്.
ആ സമയത്ത് നീന്തറിയാവുന്നവരെല്ലാം ഒരു കരയിലേക്ക് നീന്തിക്കയറി. ആ യാത്രയിൽ ധാരാളം പേർ നീന്തറിയാൻ പാടില്ലാത്തവരുണ്ട്. ഈ വലിയ പ്രതിസന്ധിയുടെ നടുവിലും ദൈവം പൗലോസിനോട് പറഞ്ഞത്, ഇവരിൽ ആരുടെയും പ്രാണന് ഹാനി വരാൻ ഞാൻ അനുവദിക്കാതെ ഇവരെയെല്ലാം ഞാൻ നിന്റെ കയ്യിൽ തന്നിരിക്കുന്നുവെന്നാണ്. പ്രിയരെ, മാനുഷികമായ നിലവാരങ്ങളിൽ ഒത്തിരി ചോദ്യങ്ങൾ ഉയരാൻ സാധ്യതയുള്ള ഒരു പശ്ചാത്തലം. നീന്തറിയാൻ പാടില്ലാത്തവർ ആ വെള്ളത്തിനകത്ത് കയ്യും കാലും വിട്ടടിച്ച് മുങ്ങിത്താഴും എന്ന് വിചാരപ്പെടുന്ന ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ അവിടെ അടുത്ത വാചകം എഴുതിയിരിക്കുന്നത്, ആ കപ്പൽ തകർന്ന്, പടക് തകർന്ന്, അതിനകത്ത് ഓരോ പലക കഷ്ണങ്ങളും ചിതറി. ആ പലക കഷ്ണങ്ങളിൽ പിടിച്ച് കയറിക്കടന്ന് നീന്തറിയാൻ പാടില്ലാത്തവരെല്ലാം ആ തീരമണഞ്ഞു. മെലിത്ത ദ്വീപിൽ അവരെത്തിച്ചേർന്നു. ഇന്ന് പകൽക്കാലം ഞാൻ വളരെ ശക്തിയുക്തം എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരോട് പറയട്ടെ, ജീവിതത്തിനകത്ത് ദൈവം നമ്മളോടൊരു കാര്യം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവശബ്ദം നിശ്ചയമായിട്ടും നിവൃത്തീകരണത്തിൽ വരും. സാധ്യതകളെല്ലാം നെഗറ്റീവായിട്ട് ഇരിക്കുമ്പോഴും ഒരിക്കലും സംഭവിക്കത്തില്ല എന്ന് ചുറ്റുപാടുകളും സാഹചര്യങ്ങളും മുഴുവൻ നമ്മളോട് വെല്ലുവിളിക്കുമ്പോഴും ദൈവം നമ്മോട് സംസാരിച്ചത് നമുക്ക് വേണ്ടി നിവർത്തിപ്പാൻ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. നീന്തറിയാൻ പാടില്ലാത്തവന് വേണ്ടി ആ കപ്പലിനെ തകർത്ത് അതിൻ്റെ പലക കഷ്ണങ്ങളെ അവർക്ക് വേണ്ടി ഒരുക്കി കൊടുത്ത് ഒരാൾ പോലും ആ വെള്ളത്തിൽ മുങ്ങിച്ചാകാൻ ഇടയാകാതെ അവരെ തീരമെത്തിച്ച ഒരു സർവശക്തനായ ദൈവമുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ഒത്തിരി ഭാരത്തോടെ ആകുലതയോടെ കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവം സംസാരിച്ച ദൈവശബ്ദം കേട്ടിട്ട് ഇതുവരെയും നിവൃത്തീകരണത്തിലെത്താനായിട്ട് യാതൊരു സാഹചര്യവുമില്ലാതെ, അല്ല, സാഹചര്യങ്ങൾ മുഴുവൻ ഒരിക്കൽ പോലും അത് യാഥാർത്ഥ്യമാകത്തില്ല എന്നുള്ള വെല്ലുവിളികളുമായിട്ട് മുമ്പിൽ നിൽക്കുന്ന പശ്ചാത്തലങ്ങൾ ഒരുക്കപ്പെടുമ്പോഴും ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് നിങ്ങളോട് പറയുന്നു, ദൈവം ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മാനുഷികമായ ഒരു പശ്ചാത്തലങ്ങളെയും നമ്മളതിന് പിന്നിൽ ഒരുക്കണ്ട. ദൈവം നിശ്ചയിച്ച ദൈവിക പദ്ധതികളെ, ദൈവം വാഗ്ദത്തം ചെയ്തപ്പെട്ട ദൈവ പദ്ധതികളെ നമുക്ക് വേണ്ടി നിവർത്തിച്ചു തരുവാൻ ദൈവത്തിൻ്റെ മാർഗങ്ങളുണ്ട്, ദൈവത്തിൻ്റെ പദ്ധതികളുണ്ട്, ദൈവത്തിൻ്റെ വഴിത്താരകളുണ്ട്, ദൈവത്തിൻ്റെതായ നിരൂപണങ്ങളുണ്ട്. അതിന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ധൈര്യത്തിനായിട്ട് പറയട്ടെ, ദൈവത്തെ ആശ്രയിക്കുന്നവൻ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം പറഞ്ഞതിനെ ദൈവം നിവൃത്തീകരിക്കും. ഇന്ന് പകൽക്കാലം ആ കർത്താവിൽ ധൈര്യപ്പെട്ട് ബലപ്പെട്ട് ദൈവസന്നിധി ചേർന്നിരുന്നു. ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.